നെൽച്ചെടി കൊണ്ടൊരു ക്രിസ്തുരൂപം. ഇത് അത്യപൂർവ മാനവ ദർശനം. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. പുൽക്കുടിലിൽ കാലുകൾക്ക് നടുവിൽ പിറന്ന് ദാരിദ്ര്യത്തെ ഉദ്ഘോഷിച്ച് മണ്ണിനെ വിണ്ണാക്കിയ ദൈവമാണ് ക്രിസ്തു. മാനവരാശിക്ക് പുതിയൊരു യുഗപരിണാമം നൽകിയ ക്രിസ്തു ഇതാ പുല്ലാട് കരനെൽ കൃഷിഭൂമിയിൽ രൂപമായി മാറിയിരിക്കുന്നു. പ്രമുഖ കർഷകനും അമൃതധാര ഗോശാല ഉടമയും സാമൂഹിക രാഷ്ട്രീയ ജീവകാരുണ്യ പ്രവർത്തകനുമായ അജയൻ വല്ലിയൂടത്തിന്റെ കൃഷിഭൂമിയിലാണ് വ്യത്യസ്ത നെൽവിത്തുകൾ കൊണ്ട് 60 അടി വലിപ്പമുള്ള ക്രിസ്തുരൂപം സൃഷ്ടിച്ചത്. കാർഷിക രംഗത്ത് പുത്തൻ പരീക്ഷണങ്ങളുടെയും പാരമ്പര്യ കൃഷി കാലിവളർത്തൽ എന്നിവയുടെയും പ്രചാരകനാണ് അജയൻ വല്ലിയൂടത്തിൽ. വെച്ചൂരും ഗീറും ഉൾപ്പെടെ അന്യം നിൽക്കുന്ന 700-ലധികം ഗോക്കളെ ശേഖരിച്ച് സ്വന്തം ഫാമിൽ ഇദ്ദേഹം വളർത്തുന്നുണ്ട്. ഇതിനൊപ്പം ജൈവകൃഷിയിലൂടെ നിരവധി നേട്ടങ്ങൾ കൊയ്യാൻ ഈ യുവ സംരംഭകന് ഇതിനകം കഴിഞ്ഞു. ഇത്തരം ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരതത്തിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതും ഔഷധമൂല്യമുള്ളതുമായ 16 ഇനം നെൽവിത്തുകൾ വീടിനോട് ചേർന്ന കരഭൂമിയിൽ കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. അതിനിടയിലാണ് നെൽവിത്തുകൾ കൊണ്ട് കൃഷിയിടത്ത് ക്രിസ്തുവിന്റെ രൂപം കൂടി തീർക്കാൻ തീരുമാനിച്ചത്. ആറന്മുള സ്വദേശി മ്യൂറൽ ആർട്ടിസ്റ്റ് അഖിൽ കുമ്മായത്തിൽ ക്രിസ്തുവിൻ്റെ 60 അടിയുള്ള രൂപം പാടത്ത് കോറിയിട്ടു. അവിടെ രക്തശാലി, ആശാബത്ത, കാലിബത്ത തുടങ്ങിയ വ്യത്യസ്ത നെൽവിത്തുകൾ അജയൻ്റെ നേതൃത്വത്തിൽ വിതച്ചു. പിന്നെ ട്രിപ്പ് മിസ്റ്റ് ഇറിഗേഷനുകളിലൂടെ വെള്ളം തളിച്ചു. വ്യത്യസ്ത ഇനം വിത്തുകൾ വിതച്ചത് മുടിയും താടിയും ശരീരവും കൃത്യമായി അടയാളപ്പെടുത്താൻ വേണ്ടിയാണ്. പുൽക്കൂട്ടിലാണല്ലോ ക്രിസ്തുദേവൻ ജനിക്കുന്നത്. പുൽക്കൂട്ടിൽ ജനിച്ച ക്രിസ്തു അപ്പം പ്രകൃതിയുമായിട്ട് ബന്ധമുണ്ട്. പ്രകൃതിയുമായിട്ട് വലിയ അഭേദ്യമായ ബന്ധം ആ ഒരു ജനനത്തിനുണ്ട്. നമ്മുടെ ഭാരതത്തിലാണെങ്കിലും നമ്മുടെ എല്ലാ മോസ്റ്റ് ഓഫ് ദ ദൈവങ്ങളെ പ്രകൃതിയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ പശുവിന് അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ടും ഞാൻ പശു അധിഷ്ഠിത കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്, കൗ ബേസ് ഫാമിങ്. അപ്പോൾ അവിടെ പ്രാധാന്യം ഞാൻ ക്രിസ്തുവിന് കൊടുത്തു. ഇത് ചിത്ര അഖിൽ എന്ന് പറയുന്ന കലാകാരന് കുമ്മായത്തിൽ ഇത് വരച്ചു തന്നു. ആ വരച്ചതിൻ്റെ മുകളിൽ ഉത്തമൻ ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടി വിത്ത് വിതച്ചു. രക്തശാലി തൊട്ട് ആസാം ബത്ത, കാലബത്ത, മനുരത്നം, അങ്ങനെ പച്ചരിയുണ്ട്, ത്രിവേണി, വിവിധങ്ങളായിട്ടുള്ള 16 ഇനം വിത്തുകൾ ഇതിനകത്തുണ്ട്. ഇതിൽ കാലാബത്തയൊക്കെ എന്ന് പറഞ്ഞാൽ ഷുഗറുകാർക്ക് നല്ലതാണ്. കാലാബത്തയ്ക്ക് ആസാം ബത്ത അതുപോലെ തന്നെ ഭയങ്കര 400 രൂപ മാർക്കറ്റ് വിലയുള്ളതാണ് ആസാം ബത്തയ്ക്ക്. ഇതെല്ലാം ഔഷധ ഗുണമുള്ള വിത്തുകളാണ്. ക്രിസ്തു മണ്ണും പ്രകൃതിയും അധ്വാനിക്കുന്നവരും സാധാരണക്കാരുമായ മനുഷ്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാലാണ് തൻ്റെ കൃഷിയിടത്തിൽ അദ്ദേഹത്തിൻ്റെ ജൈവരൂപം യാഥാർത്ഥ്യമാക്കിയതെന്ന് അജയൻ വല്ലിയൂടത്തിൽ ജനശബ്ദത്തിനു നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. കാർഷിക കാലിവളർത്തൽ മികവിന് നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ അജയന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.